ഇവിടെ കണ്ട ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡ്രസ്സ്. ഹായ്, ഇവിടെ ഇരുന്ന് കൊണ്ട് ജിജോട്ടന് എന്തൊരു പേടി ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഞാൻ ഗരം മസാല കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലെ ഗരം മസാല കിട്ടാനും പിന്നെ അതേപോലെ ചിക്കൻ മസാല കിട്ടാനും വലിയ ബുദ്ധിമുട്ടിയപ്പോൾ ഫ്ലാറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവിടെ നമ്മളെ ഫ്രണ്ട് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ സിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഈ സിറ്റിയെ ഡയമണ്ട് സിറ്റി. അതെന്തോടാ മാഷ അങ്ങനെ പറയുന്നത്? ഹായ്, ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെത്തിയപ്പോൾ നമ്മളെ കൂടെ ബിൽഡിംഗ് ഓണറായിട്ടുള്ള മാഷുണ്ട്. തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന മാഷാണ്. മാഷെന്ന് പരിചയപ്പെടുത്തിക്കും. എൻ്റെ പേര് സുജിത്ത്. മാഷ് ഇവിടെ കോളേജിൽ പ്രൊഫസറാട്ടോ. നമ്മളെ തൊട്ടടുത്താണ് മാഷ് താമസിക്കേണ്ടത്. അപ്പം ചിക്കൻ ഇവിടെ എവിടെ കിട്ടുകയെന്ന് ഗുജറാത്തിൽ ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു കൂടെ വരി നമ്മിട്ടുണ്ട്. അപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു ബായ് കണ്ടോ. ഇവിടെ ചിക്കൻ കിട്ടും കേട്ടോ, ബോൺലെസ് ആണ് ചിക്കന് കണ്ടോ. കിട്ടാ ബായ് 220 kg 220 220 റുപ്യാണ് കിലോന് കേട്ടോ ഇവിടെ ചിക്കന് വില വരുന്നത്. മഞ്ചി ചിക്കനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടാ. ബോൺലെസ് ആണ്. 2 ടൈപ്പിൽ നമുക്ക് ചിക്കൻ കിട്ടും. ഒന്ന് എല്ലില്ലാതെയും കിട്ടും, എല്ലുണ്ടായിക്കാണ്ടും നമുക്ക് ചിക്കൻ കിട്ടും. നമുക്ക് കാണാൻ പറ്റുന്ന വേറെ സംഭവം എന്ന് വെച്ചാലേ ഇവിടെ ജീവനോടെ മത്സ്യത്തിനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് തരും കണ്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാലേ ഈ ചിക്കൻ്റെ കാല് മാത്രം വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് കണ്ടോ. കാല് മാത്രം നമ്മളിവിടെ ഉള്ള കാലൊക്കെ ഒഴിവാക്കും കണ്ടോ. ഇതൊക്കെ പിന്നെ പാർട്സ് മാത്രം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഗുജറാത്തിൽ ബംറോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. മാഷ് ഇവിടെ ഗുജറാത്തിലെ മാഷ് ഏത് യൂണിവേഴ്സിറ്റി? മാഷ് ഭഗവാൻ മഹാവീർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മാഷിൻ്റെ ഭാര്യയും പ്രൊഫസറാണ്. നമ്മളെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മൾ ഒരുപാട് ഫ്ലാറ്റ് അന്വേഷിച്ചു കേട്ടോ നമുക്ക് ഒരു നല്ല ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാരണം പെർമനൻ്റ് ആയിട്ട് ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് കിട്ടി വന്നപ്പോൾ മാഷിൻ്റെ അടുത്ത് തന്നെ കിട്ടി. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു മലയാളി ഫാമിലി. കാരണം ഇവിടെ എവിടെയും നമുക്ക് പെട്ടെന്ന് മലയാളികളെ കാണാൻ കഴിയില്ല ഗുജറാത്തിൽ. ഇങ്ങനെ ഞാനും മാഷും കൂടെ ഇപ്പോൾ ഞാനും മാഷും സാധനമൊക്കെ വാങ്ങി ഇങ്ങനെ നേരെ നമ്മളെ കുറച്ച് നമ്മളെ മലയാളി ഐറ്റംസ് മാത്രം കിട്ടുന്ന കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടയിലാണ് നമ്മളെ സാധനങ്ങൾ. അതേപോലെ ഇവിടെ നമ്മുടെ എല്ലാ ഭക്ഷണവും എല്ലാം നമുക്ക് പിടിക്കൂല. ഇവിടെ പൊതുവെ മലയാളികൾ വളരെ കുറവാണ് അല്ലേ മാഷെ? എന്തുകൊണ്ടാണ് മാഷ മലയാളികൾ വളരെ കുറവാണ്? നമ്മൾ ഡയമണ്ടിന്റെ ബിസിനസ് ഒക്കെ ഉള്ളപ്പോഴും മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെ അതിലൊക്കെ മലയാളികൾ കുറവാണ്. പഴയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ ഇപ്പം അല്ല സാധനം നേരത്തെ കുറെ സാധനം വാങ്ങി മാഷെ. ഇപ്പൊ ഞങ്ങള് കുറച്ച് സാധനം ഷോർട്ട് ഉണ്ട്. ആ സാധനം മാത്രം വാങ്ങാൻ പോകും. പച്ചക്കറിയൊക്കെ മേടിച്ചോ? പച്ചക്കറിയൊക്കെ സാധനം ഇത് വാങ്ങി. പക്ഷെ ഇനി കുറച്ചുകൂടെ സാധനം വാങ്ങണം വൈകുന്നേരം. അപ്പൊ അത് നമ്മൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു പേര് നമ്മുടെ ഫാറ്റിന്റെ താഴെയുള്ളവനില്ലേ? ബൽവന്ത് ഭായ്. അങ്ങനെ നമ്മളിപ്പോ മാഷും ഞാനും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മാഷുണ്ടായതുകൊണ്ട് നമ്മളിന്ന് നമ്മൾ കഴിച്ചിലായി അല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയേനെ. അങ്ങനെ നമ്മൾ ശ്യാം മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിൽ. ഈ ശ്യാം മന്ദിർ എന്ന് പേര് എന്തുകൊണ്ട് വരുന്ന അറിയോ? ഇവിടെ ഒരു ശ്യാം മന്ദിർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടെമ്പിൾ ഉണ്ട്. അത് ശ്യാം ടെമ്പിൾ മാഷെ, ശ്യാം ടെമ്പിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് ഇതിന് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ആകാശം മുട്ടുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഗുജറാത്തിലും ഉണ്ട് കണ്ടോ. ഇവിടുന്ന് പഴയ കാലത്ത് ഭൂകമ്പമൊക്കെ ഉണ്ടായ സ്ഥലം കച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ടാവില്ല. ഒരു 55 കിലോമീറ്റർ ദൂരത്ത് പോയി കഴിഞ്ഞാൽ കച്ച് എന്ന് പറയുന്ന സ്ഥലം. അവിടെയൊക്കെയാണ് ഇതിൽ പല എന്താ പറയുക ടൈൽസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്, വേൾഡിൽ തന്നെ നമ്പർ 1 ടൈൽസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം. അപ്പോഴേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു ചാലക്കുടിക്കാരനെ ഇവിടെ കണ്ടു. പേരെന്താണ്? ജിജോട്ടനെ കണ്ട്. അപ്പോൾ കേരളത്തിലെ സാധനങ്ങളൊക്കെ ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സാധനങ്ങൾ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട. ജിജോട്ടന് എന്തൊരു പേടി ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഞാൻ ഗരം മസാല കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലെ ഗരം മസാല കിട്ടാനും പിന്നെ അതേപോലെ ചിക്കൻ മസാല കിട്ടാനും വലിയ ബുദ്ധിമുട്ടിയപ്പോൾ ഫ്ലാറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവിടെ നമ്മളെ ഫ്രണ്ട് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും മാഷും അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി വേറെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇതാ ഞാൻ ഒരു നമ്മൾ ബായിൻ്റെ ഒക്കെ കുറച്ച് സാധനം വാങ്ങി.
പിന്നെ മാഷാണ് ഇതൊക്കെ നമ്മളെ പറഞ്ഞു തരുന്നുട്ടോ ഇന്ന സ്ഥലത്തെല്ലാം ഉണ്ട് എന്നൊക്കെ. നമ്മളിപ്പോൾ ഒരു മേഖലനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിലും മാഷ് ഇവിടെ കുറേ ജീവിച്ച ഇതാവുണ്ട് അല്ലേ? ഒരു 10 വർഷമായി. എത്ര മാഷ? 10-12 വർഷമായി മാഷ് ഇവിടെ. അപ്പോൾ മാഷ് കുറേ ഇവിടുത്തെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അപ്പോൾ പിന്നെ കാരണം എപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ഗൂഗിള് മാപ്പാണ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ മലയാളികളൊന്നും ഇല്ലാന്ന്. ഇവിടെ മലയാളി അസോസിയേഷനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക്. വെമ്പ്രോളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഫ്ലാറ്റ് കേട്ടോ. ലെഫ്റ്റിക്ക ഇവിടെ കണ്ട ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡ്രസ്സ്. ഹായ്, ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ആളുകൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഇവിടുത്തെ വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്രഷ് വെജിറ്റബിൾ പല ടൈപ്പ്. ഇതെന്താ സാധനം? ഓക്കെ ചെന പട്ടാണി ഓക്കെ. കടലയാണ് കേട്ടോ, കടലയാണ് ഇത്. പിന്നെ पापड़ी मतलब ये बढ़िया सब्जी आता है। हाँ, बड़ी सब्जी है ना। वलिय ओके, ये भी अच्छा। दूसरा कोका, दूसरा अलग अलग हमको मालूम नहीं है तो ज़्यादा വെജിറ്റബിൾസ് ആണ്. നമുക്ക് മനസ്സിലാവാത്ത കുറേ ടൈപ്പ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. सब 250 ले लो। ആ, ഒരുപാട് കണ്ടോ. ഭയങ്കര ഫ്രഷ് പച്ചക്കറി കേട്ടോ, കംപ്ലീറ്റ് ഫ്രഷ് പച്ചക്കറികളാണ് ഇവിടെ കിട്ടുക. അപ്പം ഇനി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇനി നമ്മൾ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷ് ഇവിടെ വന്നിട്ട് ഏകദേശം 10 വർഷമായിട്ടോ. അന്ന് വന്ന സമയത്തൊന്നും ഇവിടെ ഇത്രല്ല പക്ഷേ ഇത്രമാത്രം ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് ഇവിടെ ഡെവലപ്മെൻറ്റും ഭയങ്കര സംഭവമൊക്കെ ആയി. മുമ്പ് മാഷ് 10 വർഷം മുന്നേ വരുമ്പോൾ ഇവിടെ ഒന്നുമല്ലായിരുന്നു എന്ന് പറയുന്നു മാഷ്. കാരണം വളരെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഒന്നാമത് ഈ സൂറത്ത് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഹബ് ആയതുകൊണ്ട് അല്ലേ, എനിക്ക് തോന്നുന്നു ഒരു വളരെ ഫാസ്റ്റസ്റ്റ്, എനിക്ക് തോന്നുന്നു വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ ഈ സിറ്റിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ഈ സിറ്റിയെ ഡയമണ്ട് സിറ്റി. അതെന്തോടാ മാഷ അങ്ങനെ പറയുന്നത്? അതെ അതെ, വജ്ര മുതലാളി അല്ലേ. നമ്മൾ പഴയ കാലത്ത് പറയാറുണ്ട് പണ്ട് മുതൽ തന്നെ ഗുജറാത്തിലാണ് അല്ലേ വലിയ വജ്ര മുതലാളിയുടെ കൂടെ ഡയമണ്ട് ബിസിനസിന്റെ ഒക്കെ അല്ലേ. മാത്രമല്ല പല ബിസിനസ്സുകളുടെയും ഹബ്ബാണ് ഗുജറാത്തിലെ ഈ സൂറത്ത് എന്ന് പറയും അല്ലേ. മാഷ് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇടങ്ങേറയിക്കണേ. പാവാണ് മാഷ്, മനസ്സിലുണ്ടാവും വിഷമങ്ങൾ. അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മാഷ്. അതെ, മാഷ് സത്യം പറഞ്ഞാല് നമ്മള് മാഷെ പോലത്തെ ഒരാളെ നമുക്ക് ഫ്ലാറ്റിൽ കിട്ടിയ നമ്മള് വലിയ ഭാഗ്യമാണ്. മാഷല്ല കേട്ടോ, പ്രൊഫസറാണ്, മെഡിക്കൽ പ്രൊഫസർ അല്ലേ, ഒരു മെഡിസിൻ പ്രൊഫസറാണ് മാഷ്. അപ്പൊ ഞാന് നമ്മളെ കാർ പാർക്ക് ചെയ്തതിന്റെ ഉള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആദ്യം എത്തുന്നവർക്ക് ആദ്യം സ്പേസ് കിട്ടും പാർക്ക് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സ്പേസ് ഇവിടെയാണ്. ഫ്ലാറ്റൊക്കെ ഇനി ഞാൻ ഒരിക്കൽ പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ സെറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ എല്ലാ കാര്യങ്ങളും ഇനി പല ഓഫീസ് പരിപാടി പല കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്ലാറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം. അപ്പോൾ ഓക്കെ, സി യു. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. സി യു.